പലരുടെയും തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ ചാനലിലുണ്ടായ തെറ്റിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ഈ നിമിഷം വരെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ BJPയെയും നേരിടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അത് പറയാതിരിക്കുന്നതിനൊരു കാരണവുമില്ല. പറഞ്ഞേ മതിയാവും, പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാനാകും. ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കാൻ വരെ തീരുമാനിച്ചതാണ്. പക്ഷേ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടാകാൻ ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി തന്നെ പറയുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ചത്, ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിന്റെ ഓരോ വാർത്തകളും തുടക്കം മുതൽ അവസാനം വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ദോഷമുണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ നടപടികൾ, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകൾ. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. നിങ്ങൾ 1 മണിക്കൂർ ചർച്ച വെച്ചോളൂ. നിങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ട പാതകളെ സംബന്ധിച്ച് എണ്ണി പറയാൻ തയ്യാറാണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇത് ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്. ആ മാധ്യമം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വതന്ത്രമായ നിലപാടായിരിക്കണം, പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതകൾ ഉണ്ടായിരിക്കണം. ഇന്ന് പോലും ഞാൻ ചോദിക്കട്ടെ, SDPI പ്രകടനം നടത്തിയിട്ടുണ്ട്, അവർക്ക് പ്രകടനം നടത്താം. ഞങ്ങൾ വോട്ട് ചെയ്തവരിൽ SDPIക്കാർ മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നഗരസഭയിൽ ഞങ്ങൾക്ക് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളിലേക്ക് BJPക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിലേക്ക് CPMകാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളിലേക്ക് പലരും വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ ഇന്ന് പരസ്യമായി പറഞ്ഞ, നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞ വാചകം ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളത് തിരുത്തുമോ? ഞാനൊന്ന് വായിക്കാം. SDPIയുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല UDFന്. ശരിയാണോ നിങ്ങളുടെ വാചകം? നിങ്ങൾ ഇന്ന് ഏറെ ചെയ്ത വാചകമാണ്. നിഷേധിക്കാമോ? ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രം സാധ്യമല്ല. മതേതര SDPI വോട്ട് വേണം, എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ UDFന് കഴിയൂ. നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ പറഞ്ഞതാ. അയാൾക്ക് ആരാ ഇതിന് ധൈര്യം കൊടുത്തത്? എന്ത് അധികാരത്തിന് പുറത്ത് അദ്ദേഹം ഇത് പറഞ്ഞത്? മര്യാദ വേണ്ടേ? മാധ്യമപ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാമെന്നുള്ളതാണോ? ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഞങ്ങറിയാം. നേരം വെളുത്താൽ വൈകുന്നത് വരെ UDFനെതിരായും UDF സ്ഥാനാർത്ഥിക്കെതിരായും നിങ്ങൾ ഓരോ ദിവസവും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഇതേ സ്മൃതി ഞങ്ങൾക്ക് കത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വീണ്ടും ചർച്ചയിലേക്ക് വന്നു.